സ്വസ്തി വെൽനസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുട്ടുവേദനയുള്ള ആളുകൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി വേണ്ടതായിട്ടുള്ള കാൽസ്യവും പ്രോട്ടീൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുക, മുട്ടുവേദന അനുഭവപ്പെടുക. നമ്മൾ നിൽക്കുന്ന പോസ്റ്റേഴ്സിന്റെ പ്രശ്നം കൊണ്ട്, നടത്തത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് ബാക്ക് പെയിൻ വരിക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വന്ന ആളുകൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിനായിട്ട് മുട്ടുവേദന നമ്മൾ പറയാൻ പോകുന്നത്. മുട്ടുവേദന ഉള്ള ആളുകൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പരമാവധി അതിൻ്റെ നിങ്ങൾ 4 നേരം നിങ്ങളൊരു ദിവസം സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും 2 നേരത്തെ കയറി ഇറങ്ങൽ കൊണ്ട് നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ പരമാവധി ലിഫ്റ്റ് യൂസ് ചെയ്യുക, എസ്കലേറ്റർ ഉണ്ടെങ്കിൽ എസ്കലേറ്റർ യൂസ് ചെയ്യുക. സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന പരിപാടി ഒഴിവാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുമ്പോഴും, നിങ്ങൾ സ്റ്റൂളിലോ ചെയറിലോ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ബോഡി മുമ്പിലേക്ക് കുറച്ച് മൂവ് ചെയ്തുകൊണ്ട്, ഇതുപോലെ നിങ്ങൾ ഡയറക്റ്റ് പോയിരിക്കുമ്പോൾ ഈ പെയിന് മുഴുവൻ, ഈ ഒരു സ്ട്രെയിൻ മുഴുവനായിട്ട് വരുന്നത് നമ്മുടെ നീക്കാണ്, മുട്ടിനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഒന്ന് കുനിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹിപ്പിനാണ് അത് പോവുക, ആ ഭാരം. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ട്രൈറ്റ് ഇരിക്കാതെ ഒന്ന് കുനിഞ്ഞ് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കസേരന്ന് എണീക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ നേരെ എണീക്കുമ്പോൾ ആ ഒരു എഫേർട്ട് മുഴുവൻ എടുക്കുന്നത് നമ്മുടെ മുട്ടാണ്, ഈ 2 ജോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, കസേരന്ന് എണീക്കുമ്പോൾ ഒന്ന് മുമ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഭാരം എല്ലാ ഭാഗത്തേക്കും ഷെയർ ചെയ്ത് പോവുകയാണ്, മുട്ടിന് മാത്രം ആവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കുക. എന്നപോലെ തന്നെ നമ്മൾ നടക്കുക. ചില ആളുകളൊക്കെ മുട്ടുവേദന എക്സസൈസ് ചെയ്താൽ മുട്ടുവേദന മാറും എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഏത് തരത്തിലുള്ള വേദനയ്ക്കാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്സസൈസ് ആണ് ഇന്ന വേദന കൊടുക്കണം എന്നറിയാതെ എക്സസൈസ് എന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങി നടക്കും. നമ്മളൊരു മനുഷ്യന് ഒരു ദിവസം 1/2 മണിക്കൂറൊക്കെ നടക്കണം, ശരിയാണ്. പക്ഷേ മുട്ടുവേദനയുള്ള ആളുകൾ ഒരിക്കലും റോഡിലൂടെ, അത്രയും ഹാർഡായിട്ടുള്ള സ്ഥലത്ത് കൂടെ ഒരിക്കലും നടക്കരുത്. പിന്നെ നടക്കുകയാണെങ്കിൽ തന്നെ റോഡ് ഒഴിവാക്കിയിട്ട് ഗ്രൗണ്ടിലൊക്കെ നടക്കുക. നമ്മൾ മഡിലൊക്കെ നമ്മൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലാവുമ്പോൾ നമ്മൾ ഒരു 1/2 മണിക്കൂർ തുടരെ നടക്കുന്ന പ്രവണത ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കുക. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് കാലിന് റെസ്റ്റ് കൊടുക്കുക. വീണ്ടും ഒരു 10 മിനിറ്റ് നടക്കുക. വീണ്ടും റെസ്റ്റ് 5 മിനിറ്റ് കൊടുക്കുക. വീണ്ടും 10 മിനിറ്റ് കൊടുക്കുക. ഇങ്ങനെ റെസ്റ്റ് കാലിന് മുട്ടിന് കൊടുത്തുകൊണ്ട് നമ്മൾ നടന്നിട്ട് 1/2 മണിക്കൂർ പൂർത്തിയാക്കുക. പരമാവധി ഓടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, ഫ്ലൂയിഡ് നമുക്ക് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രം വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ നല്ല ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നേടിയിട്ട്, അതുപോലെ നമുക്ക് കാൽസ്യം കിട്ടേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ മുട്ടിനെ പരമാവധി, അതുപോലെ മുട്ടിന് സപ്പോർട്ടായിട്ടുള്ള മസിൽസിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.